നിങ്ങൾക്കായിട്ടുള്ള ഡിവൈൻ മെസ്സേജ് ട്രീ ഓഫ് സോർട്സിന്റെ എനർജിയാണ്. പെയിൻഫുൾ സെപ്പറേഷൻ എന്നാണ് കാർഡ് പറയുന്നത്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള സെപ്പറേഷൻ നിങ്ങളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർത്തിയെന്ന് പറയുന്നു. യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്തുകൊണ്ട്, നിങ്ങൾ പ്രപഞ്ചത്തിൽ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചു തുടങ്ങിയ നിമിഷം മുതൽ ഇൻസ്പിറേഷൻ എഗെയിൻ എന്നാണ് കാർഡ് പറയുന്നത്. നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ അതിലേക്ക് എത്തണമെങ്കിൽ പ്രപഞ്ചം തന്നെയാണ് ഉണ്ടാവേണ്ടതെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു. 6 ഓഫ് കപ്സിന്റെ എനർജി നൊസ്റ്റാൾജിയാണ്. റീകണക്ടിങ് വിത്ത് ദി പീപ്പിൾ ഫ്രം ദി പാസ്റ്റ് എന്നാണ്. നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള നല്ല നിമിഷങ്ങളെ നിങ്ങൾ ഓർത്തെടുക്കുന്നു. കഴിഞ്ഞ ദിവസം അവരെ അത്രയേറെ നിങ്ങൾക്ക് മിസ് ചെയ്തിട്ടുണ്ട്, ഓർത്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ സമാധാനമായിട്ടിരുന്നിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് ഉണ്ടായിട്ടുള്ളത് ആ പേഴ്സണുമൊത്തുള്ള നിമിഷങ്ങളാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്. ഇവിടെ നിങ്ങൾ യൂണിവേഴ്സൽ ട്രസ്റ്റ് ചെയ്യുമ്പോൾ ടവർ ബ്രേക്ക് ആവാണ്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള സെപ്പറേഷൻ നോ കോണ്ടാക്ട് മാറുന്നു. തടസ്സങ്ങൾ നീക്കിക്കൊണ്ട് നിങ്ങളാണ് പോസിറ്റീവ് എനർജി എന്ന് അവർ തിരിച്ചറിയുന്നു. ജസ്റ്റിസ് ആണ് നിങ്ങൾക്ക് നീതി തരുന്നത്. നിങ്ങളിലേക്ക് ഒരു ബാലൻസ് യൂണിവേഴ്സ് തരുന്നു എന്നാണ്. കർമ്മ നിങ്ങളിലേക്ക് ഉണ്ടായിരുന്നു. ആ കർമ്മന്റെ കൊണ്ട് നിങ്ങളിലേക്ക് ഒരു പോസിറ്റീവ് എനർജി വരികയാണ്. നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം നിങ്ങളിലേക്ക് വരികയാണ്. ഇവിടെ സത്യം എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങളിലേക്കുള്ള പ്രോഗ്രസിനെ ക്യൂൻ ഓഫ് സോർട്സ് കാർഡ് പറയുന്നു. തോട്ട് ലീഡറായ നിങ്ങളെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ഡിസിഷൻ മേക്കിങ്ങിനെയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും മൂവ് ഓൺ ചെയ്തു പോയൊരു നിമിഷം മുതൽ നിങ്ങളിലേക്ക് വന്നിട്ടുള്ള മാറ്റം നിങ്ങളുടെ പ്രോഗ്രസ് ആണ്. ഇവിടെ എക്സലന്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേറ്റർ കാണിച്ചു തരികയാണ്. നിങ്ങളുടെ എനർജിയാണ്. ഏതൊരു കാര്യവും സത്യത്തിലും നീതിയിലും പോകണമെന്ന് ആഗ്രഹിക്കുന്നു നിങ്ങളെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങൾ യാത്ര ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. ക്യൂൻ ഓഫ് പെന്റക്കിളിന്റെ എനർജി പറയുന്നത് നിങ്ങളിലേക്ക് വരുന്ന പ്രോഗ്രസ് ആണ്. ഒരു ഹീലറെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ആശ്വാസമാകേണ്ട ഒരു പ്രവർത്തനത്തെ കാണിക്കുന്നു. സെൽഫ് മെയ്ഡ് പേഴ്സൺ എന്നാണ് കാർഡ് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുരോഗതിയോടൊപ്പം അബണ്ടൻസിനോടൊപ്പം വരുന്നത് മറ്റുള്ളവരുടെ സ്നേഹവുമാണ്. നിങ്ങൾ ചെയ്യുന്ന നന്മ പ്രവൃത്തികൾ, നിങ്ങൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികളാണ് നിങ്ങളിലേക്ക് അബണ്ടൻസ് കൊണ്ടുവരുന്നത്, മറ്റുള്ളവരുടെ സ്നേഹം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ആഗ്രഹിച്ചതുപോലെയുള്ള ജീവിതം നിങ്ങളിലേക്ക് എത്തുകയാണ്. പോസിറ്റീവായിട്ടുള്ള തിങ്കിങ്, പോസിറ്റീവ് എനർജിയെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുക മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി നിങ്ങളിലേക്ക് മാറ്റം തന്നെയാണ് കൊണ്ടുവരുന്നത്. പ്രപഞ്ചം നിങ്ങളുടെ കൂടെയുണ്ട്.